യാ ഹലോ എവ്രി വൺ. അപ്പം ഇന്ന് നമ്മൾ മാനിഫെസ്റ്റ് എന്ന് പറയുന്ന സീരീസിനെ കുറിച്ചാണ് പറയുന്നത്. മാനിഫെസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര കുറേ അപ്സ് ആൻഡ് ഡൗട്ട്സ് ഒന്നുമില്ല, കൺസിസ്റ്റൻ്റായിട്ട് പോകുന്ന. ഇപ്പോൾ നിങ്ങൾക്ക് ഓവർ എക്സൈറ്റ്മെൻ്റ് ഒന്നും വേണ്ട, പക്ഷെ എന്നാലും കണ്ടുകൊണ്ടിരിക്കാം. ഒത്തിരി ലാഗൊന്നും ഇല്ലാത്ത കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും മാനിഫെസ്റ്റ്. മാനിഫെസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഒരു ഫ്ലൈറ്റ് മൊണ്ടേക്കോ എയർ ഫ്ലൈറ്റ് 828 എന്ന് പറയുന്ന ഫ്ലൈറ്റ്. അപ്പോൾ കുറച്ച് പാസഞ്ചേഴ്സ് ഈ ഫ്ലൈറ്റിൽ കയറുന്നുണ്ട്. കയറി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്തെത്തുമ്പോൾ പ്ലെയിൻ ഇങ്ങനെ കുലുങ്ങാണ്, എന്തൊക്കെ ഒരു ടർബുലൻസ് ഒക്കെ ഉണ്ടായി. അതുണ്ടായിക്കഴിഞ്ഞ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ് ചെയ്യുന്നുണ്ട്. ലാൻഡ് ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ 5.5 വർഷം കഴിഞ്ഞു. അതായത് ഇവർ 5.5 വർഷം കഴിഞ്ഞിട്ടാണ് ആ പ്ലെയിനിൽ ലാൻഡ് ചെയ്യുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് ടൈമൊന്നും പോയിട്ടില്ല, ജസ്റ്റ് 2 hour ഫ്ലൈറ്റ് അവരെടുത്തു, അത്രേ ഉള്ളൂ. പക്ഷേ അവർ തിരിച്ചെത്തിയപ്പോൾ എന്താ, അവിടെ മുഴുവൻ 5.5 വർഷം കഴിഞ്ഞിട്ടുള്ള ലോകമാണ്. അതായത് ഇപ്പോൾ അവർ ഇപ്പോൾ ഭാര്യമാരും ഭർത്താക്കന്മാരും, അപ്പോൾ അവർ വിചാരിച്ചു അവർ മരിച്ചു പോയി, അവരുടെ കുറേ ഇതായി, അവർ പുതിയ റിലേഷൻഷിപ്പിലോട്ടായി. അതുപോലെ കുട്ടികളാണെങ്കിൽ അവർ 5 വർഷം കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അവരെ സംബന്ധിച്ച് പാസഞ്ചേഴ്സിനെ സംബന്ധിച്ച് ഒന്നും മാറിയിട്ടില്ല, ജസ്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവരെ സംബന്ധിച്ച് 5.5 വർഷമായിട്ട് ഇവർ മിസ്സിങ് ആണ്. അപ്പോൾ അവർ മരിച്ചു എന്ന് തന്നെയാണ് അവർ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഇത്. അപ്പോൾ പിന്നെ ഇവരെടുത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അങ്ങനെ പിന്നെ കുറേ നമുക്ക് ഇത്തരത്തിലുള്ള ഹ്യൂമൻ കണക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് അവരുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് ഇതിൽ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു കാരണം എന്തുകൊണ്ടാണ് ഇവർ ഇത്ര നാൾ മിസ്സിങ് ആയത്, അല്ലെങ്കിൽ എവിടെയായിരുന്നു ആ ഒരു ടൈം എന്നൊക്കെ മനസ്സിലാക്കുന്ന അതൊരു സയൻറ്റിഫിക് ബേസിലാണോ അതോ എന്താ ഒരു ഡിവിനിറ്റിയും രണ്ടും ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ക്ലൈമാക്സിൽ മെയിനായിട്ടുള്ള റീസൺ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ ആണോ അതോ ഡിവൈൻ ആയിട്ടുള്ള റീസൺ ആണോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പാസഞ്ചേഴ്സ് ഈ 5.5 വർഷത്തിന് ശേഷം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഇവരിവിടെ ജീവിച്ച് ഒരു 5.5 വർഷം ആകുമ്പോഴത്തേക്കും എല്ലാവരും മരിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം അങ്ങനെ മരിക്കാണ്ടിരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ വിഷൻസൊക്കെ വരാൻ തുടങ്ങി. കുറേ വിഷൻസും അതുപോലെ തന്നെ കുറേ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അവർ മരിക്കില്ല, അങ്ങനെയൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ അതിൻ്റെ പുറകിൽ അവർ അതിൻ്റെ കുറേ സീക്രട്ടൊക്കെ അന്വേഷിച്ച് പോകുന്നുണ്ട്. പിന്നെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ബെൻ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാസഞ്ചർ തന്നെയാണ്. ബെൻ സ്റ്റോൺ ഉണ്ട്, പിന്നെ മിഖേല സ്റ്റോൺ ഉണ്ട്. മിഖേല സ്റ്റോൺ അതായത് ബെൻ സ്റ്റോണിൻ്റെ അനിയത്തിയാണ്, ഒരു പോലീസ് ഓഫീസറും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇവർക്ക് കൂടി ഒരു മെയിനായിട്ടൊരു ഫാമിലീനെ റിവോൾവ് ചെയ്ത്, ബെൻ സ്റ്റോണിൻ്റെ ഫാമിലീനെ റിവോൾവ് ചെയ്തിട്ടാണ് ഇതൊക്കെ കൂടുതലായിട്ട് നടക്കുന്നത്. പിന്നെ ഓരോ പാസഞ്ചേഴ്സിൻ്റെയും ലൈഫ്, അതായത് ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുന്നേ ഉള്ളതും ശേഷമുള്ളതും അവർ ലാൻഡ് ചെയ്ത ശേഷമുള്ള ലൈഫൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതായത് ഇതൊരു സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി ഡ്രാമ ആ ഒരു ജോണറിൽ വരുന്നതാണ്. അപ്പം ഇതിന് കുറേ പേര് ഇതിനകത്തൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു റീസൺ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ചില സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഡിവൈൻ ആയിട്ടുള്ള റീസണും സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സീരീസാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, യാ, സോ ട്രൈ ഇറ്റ് ഔട്ട്. മാനിഫെസ്റ്റ്.